മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളി. രാഹുലിന് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി. സുജു ടി ബാബു ചേരുകയാണ്. സുജു, എന്തൊക്കെയാണിന്ന് കോടതിയിൽ നടന്നത്? ഷമി, കോടതി ഇന്ന് വിധി പ്രസ്താവിക്കണം. ഇന്നലെയാണ് 2 മണിക്കൂറിലധികം നേരം അടച്ചിട്ട കോടതി മുറിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. അതിന്റെ വിധി ഇന്ന് പ്രഖ്യാപിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് വിജയിച്ച പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് അഴിക്കുള്ളിൽ തുടരേണ്ട സാഹചര്യമാണ്. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുലിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. ഇതോടെ രാഹുലിനെ തുടരണം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം MLAക്കെതിരായ പരാതി ഗുരുതരമെന്ന കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ പ്രതിഭാഗം രാഹുലിന്റെ അഭിഭാഷകൻ ശാസ്താമംഗലം അജിത്ത് വാദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റേപ്പ് കേസ് നിലനിൽക്കില്ല, ആ ബന്ധം ഉഭയകക്ഷിപരം എന്നായിരുന്നു. എന്നാൽ കോടതി കണ്ടെത്തിയിട്ടുണ്ട് റേപ്പ് എലിമെന്റ് നിലനിൽക്കും, അതായത് ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്ന അത്തരത്തിൽ തന്നെയാണ് കോടതിയുടെ വിലയിരുത്തൽ. മാത്രമല്ല, മുമ്പും സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ ജാമ്യം നൽകി കഴിഞ്ഞാൽ ഇരയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട്. അത് ഇരയെ മാത്രമല്ല, സാക്ഷികളെയും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. സൈബർ അക്രമത്തെയും കോടതി വലിയ ഗൗരവത്തോടെ തന്നെ കണക്കാക്കുന്ന, പ്രത്യേകിച്ച് ഈ പ്രോസിക്യൂഷനാണ് ആ കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇരയുടെ ഐഡന്റിറ്റി, ഇരയെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള സൈബർ അക്രമത്തെ പറ്റി പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു. ഇതും പ്രധാനപ്പെട്ട കാര്യമെന്നോ അത് ഗൗരവമെന്നോ കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു വന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലൈംഗിക ബന്ധവും ഉഭയസമ്മതപ്രകാരമല്ല. അതിന്റെ അർത്ഥം ഉഭയസമ്മതപ്രകാരമല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുമ്പോൾ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്ന കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ശാസ്താമംഗലം അജിത്ത് ഇന്നലെ പ്രോസിക്യൂഷൻ പ്രതിഭാഗം, അതായത് രാഹുലിന്റെ അഭിഭാഷകൻ പ്രധാനമായി വാദിച്ചൊരു കാര്യം ഇതിലെ സാങ്കേതിക കാരണങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഹുലിന്റെ എല്ലാ വാദങ്ങളും കോടതി തള്ളി. അതിൽ പ്രധാനപ്പെട്ടത് മറ്റൊരു കാര്യമാണ് ഈ ഒപ്പില്ലായിരുന്നു എന്നുള്ളത്. അതായത് ഈ പരാതിക്കാരിയുടെ ഒപ്പ് ഈ മൊഴിപ്പകർപ്പിലില്ല, FIS-ലില്ല, ഫസ്റ്റ് സ്റ്റേറ്റിലില്ല, FIS-ൽ ഇല്ല എന്നുള്ള കാര്യമായിരുന്നു. എന്നാൽ കോടതി വിവിധ വിധിന്യായങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ കോടതി പറയുന്നു BNS പ്രകാരം ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ മതിയാകും, അല്ലെങ്കിൽ നേരിട്ടുള്ള കൈപ്പടയിലുള്ള ഒപ്പ് വേണമെന്ന നിർബന്ധം ഈ BNS ആക്ടിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം ഡിജിറ്റൽ ഒപ്പ് മതിയെന്ന തീർപ്പ് കോടതി കൽപ്പിക്കുന്നു. മാത്രമല്ല, അറസ്റ്റ് നടപടിയെയും ചോദ്യം ചെയ്തിരുന്നു പ്രതിഭാഗം വക്കീൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് നടപടി ചോദ്യം ചെയ്യെങ്കിൽ കോടതി വിശദമായി പരിശോധിക്കുകയും എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ള കണ്ടെത്തലാണ് കോടതി നടത്തിയിരിക്കുന്നത്. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, ബലാത്സംഗം നടന്ന പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട്. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെയും രാഹുലിനെ ന്യായീകരിക്കുന്നതും ആളുകൾക്കേറ്റ തിരിച്ചടിയാണ്. കാരണം ബലാത്സംഗ കേസാണ് പോലീസ് ചുമത്തിരിക്കുന്നത്. അത് അത്തരം നടന്നതിന് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട്. ഈ ഈ അതിജീവിതക്കെതിരെ രാഹുൽ കോടതിയിൽ ബോധ്യപ്പെടുത്തിയത് റൂം എടുത്തിരുന്നു, അവിടെ അതിജീവിത വന്നു. അതിൻ്റെയൊക്കെ അർത്ഥം പരസ്പര സമ്മതമാണ്, ഉഭയകക്ഷി ബന്ധമാണ്. എന്നാൽ അതിജീവിത മൊഴിയെ കോടതി വിലക്കെടുക്കുന്നു. അതിജീവിത ആവശ്യപ്പെട്ടത് റെസ്റ്റോറൻറ്റിൽ എത്താനാണ്. പിന്നീട് ഈ പ്രതിയായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യപ്രകാരമാണ് ഈ സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തുന്നത്. ഈ റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിൽ എത്തിയത് കൊണ്ട് ബലാത്സംഗം നടന്നിട്ടില്ല എന്ന, അല്ലെങ്കിൽ ഉഭയകക്ഷി ബന്ധപ്രകാരമാണെന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ വാദം കോടതി തള്ളുകയും ബലാത്സംഗം നടന്നതിന് തെളിവുണ്ട് എന്ന, അല്ലെങ്കിൽ അത് പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ടെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും രാഹുലിന് കനത്ത തിരിച്ചടിയാണ് ഈ കണ്ടെത്തൽ. മറ്റൊന്ന്, അറസ്റ്റ് നിയമപരമല്ല എന്ന രാഹുലിന്റെ അഭിഭാഷകന്റെ വാദം. രാഹുലിന്റെ വാദം രാഹുലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ തന്നെ അറസ്റ്റ് നിയമപരമല്ല. മറ്റു 2 കേസിൽ കോടതിയുടെ പരിഗണന നിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് തെറ്റ്, എന്തിനാണെങ്കിലും അറസ്റ്റ്, ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ പോലീസിന് ഒരു പ്രകസനമാക്കാനുമല്ലേ എന്ന തരത്തിലാണ് പരസ്യമായും കോടതിയിലൊക്കെ തന്നെ ഇത്തരം വാദങ്ങൾ ഉന്നയിച്ചു. എന്നാൽ അറസ്റ്റ് നിയമപരമെന്ന് കോടതി കണ്ടെത്തിയതോടെ തന്നെ ആ വാദം നിലനിൽക്കുന്നില്ല. ഞാൻ ആവർത്തിക്കുന്നു, കോടതിയിൽ പ്രധാനപ്പെട്ട ഉത്തരവിൽ പറഞ്ഞ ബലാത്സംഗം നടന്നു എന്ന പ്രഥമ ദൃഷ്ടിയ തെളിവ്, 2 അറസ്റ്റ് നിയമപരമെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസിൽ രാഹുലിന് ജാമ്യം നൽകിയ രാഹുൽ ഇരയെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുവാനോ സാധ്യതയുണ്ട്
സാധ്യതയുണ്ടെന്ന്. അതായത് രാഹുലിന്റെയും മറ്റ് കേസുകളിൽ നമ്മൾ കണ്ടതാണ്. പിന്നീട് വന്ന വാട്സാപ്പ് ചാറ്റുകൾ, പിന്നീട് വന്ന ഓഡിയോ സംഭാഷണങ്ങളൊക്കെ രാഹുൽ നടത്തിയ ഭീഷണിയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ആ ഓഡിയോ ക്ലിപ്പുകളോ ആ വാട്സാപ്പ് ചാറ്റുകളോ തന്നെ രാഹുൽ ഇതുവരെയും പരസ്യമായി നിഷേധിച്ചിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഈ കണ്ടെത്തലും കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം തന്നെ ഇടിയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന കോടതിയുടെ കണ്ടെത്തലും വളരെ ഗൗരവമാണ്. അതിനോടൊപ്പം തന്നെ മുമ്പും സമാന കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെന്നുള്ള കോടതിയുടെ കണ്ടെത്തൽ വളരെ ഗൗരവം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പാലക്കാട് MLA കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിൽ തുടരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഷമി.